വളരെ ഈസി ആയിട്ട് വറുത്ത അരിപ്പൊടി ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് വെച്ചാൽ അതിൽ തന്നെ എല്ലാ അളവുകളും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉഴുന്നെടുക്കുമ്പോൾ പുതിയ ഉഴുന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് പഴയ ഉഴുന്നാണെങ്കിൽ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ ഇഡ്ഡലി ദോശ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നല്ല പോലെ പൊന്തി വരാനായിട്ട് സാധിക്കത്തില്ല. എടുത്തു വെച്ച ഉഴുന്ന് നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കുതിർത്തി വെള്ളത്തിൽ വെക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഉഴുന്നെല്ലാം ഇട്ട് കൊടുക്കാം. അതിലിട്ട് ഒരു ചെറിയ കറിപ്പാത്രം ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു കറിപ്പാത്രം ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉഴുന്നും ചോറും നല്ലപോലെ അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് സെറ്റാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഞാൻ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരുമിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ജാറൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. നല്ല പോലെ അരച്ചെടുത്ത നമ്മുടെ ഉഴുന്നും ചോറും ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉഴുന്നെടുത്ത അതേ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് തൊട്ട് 3 ഗ്ലാസ് വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2.5 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ കട്ട കെട്ടാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് മിക്സിയുടെ ജാറിൽ നമ്മൾ ബാക്കി വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്ത് കട്ട കെട്ടാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇഡ്ഡലിക്കാണ്, അപ്പോൾ ഓവറായിട്ട് വെള്ളം കൂടി പോകാൻ പാടില്ല. ഈ ഒരു പരുവാവുന്നത് വരെ നമ്മൾ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കി നല്ലപോലെ ആക്കിയെടുക്കണം. ഇത് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ ഇതുപോലെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ടായിരിക്കും. ഇത്രയും പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇതുപോലെ കലക്കി വയ്ക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലോട്ട് കലക്കി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊന്തി വന്നിട്ടുള്ള നമ്മുടെ ഈ ഇഡ്ഡലി മാവ് ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഈ പൊന്തി വന്ന് മാത്രം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായി പോവും, വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ട് നല്ല പോലെ വെള്ളം ജലാംശമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി, അത് നമുക്ക് മാറ്റാം. എല്ലാ തട്ടിലും ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള വെളിച്ചെണ്ണ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തുടച്ചതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് അത് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാവും. വെള്ളം തുടച്ചതിന് ശേഷം വെളിച്ചെണ്ണ തടവിയിട്ട് ഇതുപോലെ പകുതി മാവ് ഒഴിച്ച് കൊടുക്കുക. കാര്യം ഇഡ്ഡലി വെന്ത് വരുമ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് പൊന്തും, അപ്പോൾ അതിനുള്ളൊരു സ്പേസും കൂടി നമ്മൾ വിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഓരോ തട്ടിലോട്ടും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 കൊല്ലം പഴക്കമുള്ള പഴയ മോഡൽ ഇഡ്ഡലി തട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പാത്രത്തിൽ ഞാൻ 1-1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു തട്ട് മാവ് ഒഴിച്ചത് അതിലോട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ തട്ട് ഞാൻ അതിൽ വെച്ചതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ തട്ടിലോട്ടും നമുക്ക് ഒരു 3/4 ഭാഗത്തോളം മാവ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് തൊട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ പുതിയ ഇഡ്ഡലി തട്ടിലൊക്കെ ഇപ്പോൾ സ്റ്റീമർ പോലെയാണ്, അടിയിൽ വെള്ളമൊഴിച്ച് മുകളിൽ ഒരു അരിപ്പ പോലത്തെ പാത്രം വെച്ചതിന് ശേഷമാണ് ഇതുപോലത്തെ തട്ടുകൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഡ്ഡലി പാത്രം എങ്ങനെയാണോ അതനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് മതി ഇഡ്ഡലിയൊക്കെ വെന്ത് വരാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ എല്ലാം മാവ് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മൂടിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നല്ല ചൂടുണ്ടാവും, പാത്രമൊക്കെ എടുത്ത് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇഡ്ഡലിയൊക്കെ നല്ല പോലെ സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറി വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈസി ആയിട്ട് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളും തയ്യാറാക്കി നോക്കിക്കോളൂ. കല്യാണം
കല്യാണം കഴിഞ്ഞതിന് ശേഷം സോണിയേട്ടൻ ആദ്യമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ തയ്യാറാക്കി കൊടുത്തത് ഈ ഇഡ്ഡലി ആയിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഈ ഒരു ഇഡ്ഡലിയാണ് തയ്യാറാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഡ്ഡലിയും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ചട്നിയും ഇഡ്ഡലിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.